പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. ബിജെപി വിശ്വസിക്കാൻ പറ്റില്ല എന്നും മുനമ്പം ജനതയ്ക്ക് തിരിച്ചറിയാനുള്ള അവസരമാണ് വഖഫ് ബില്ലിന്മേലുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമെന്ന് മന്ത്രി പി രാജി. ബിജെപിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മുനമ്പത്തെ ജനതയ്ക്കും കേരളത്തിനാകെയും തിരിച്ചറിയാനുള്ള മറ്റൊരു അവസരമാണ് വഖഫ് ബില്ലിന്മേലുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി പി രാജി പറഞ്ഞു. അത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ബില്ല് പബ്ലിക് ഡൊമൈനിൽ വന്ന ഘട്ടത്തിലും ആ ബില്ല് ഇതുമായി യാതൊരു തരത്തിലും ബന്ധമുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ബില്ല് പാസ്സാക്കിയതിനു ശേഷവും നിങ്ങൾ ചോദിച്ച ഘട്ടത്തിലും ഈ ബില്ലിൽ ഇവർക്ക് സംരക്ഷണം നൽകുന്നത് ഏത് വകുപ്പുകളാണ്, എങ്ങനെയാണ് സംരക്ഷണം നൽകാൻ കഴിയുക, അത് പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധമില്ലാത്തതാണ് എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം, അവരുടെ ഒരു അനിശ്ചിതത്വം, അതിനെ മുതലെടുത്താണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാവുക എന്ന ചോദ്യം ഞങ്ങൾ തുടർച്ചയായി ചോദിച്ചിരുന്നു. ഈ ഘട്ടത്തിലെല്ലാം ബി.ജെ.പി നേതാക്കൾ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണ് വഖഫ് ബിൽ എന്ന നിലയ്ക്കാണ് പ്രതികരണങ്ങൾ നടത്തിയത്. വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കയെ മുതലെടുക്കുകയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന സർക്കാർ മുനമ്പം നിവാസികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട പരിരക്ഷ ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നത്. അതിനാണ് കമ്മീഷനെ നിയോഗിച്ചത്. ഞങ്ങൾ നൽകിയ ഉറപ്പ് എത്രയും പെട്ടെന്ന് സാധ്യമാകാനുള്ള ശ്രമം തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വേറൊന്നുകൂടി കാണേണ്ടത്, ഇപ്പോൾ കുറെ കൂടി സങ്കീർണമായി. ഏത് വഖഫ് ബോർഡാണ് ഇനി വരിക, ഏത് വഖഫ് ട്രിബ്യൂണലാണ് തീരുമാനമെടുക്കുക, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോവുക എന്ന കുറേ കൂടി സങ്കീർണമാക്കൽ മാത്രമാണ് ബി.ജെ.പി. ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കണ്ട ഭാഗമാണ് ശരി, ഇത് കുറച്ച് സങ്കീർണമാണ്, അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനുള്ള ശരിയായ ശ്രമം ഞങ്ങൾ നേരത്തെ പറഞ്ഞു. താൽക്കാലിക കയ്യടിക്ക് വേണ്ടിയുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയില്ല. 10 മിനിറ്റ് പരിഹാരം ഒരു വശത്ത്, വേറെ വശത്ത് നിയമം കൊണ്ട് പരിഹാരം വേറെ വശത്ത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.